ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ തൊടുപുഴ റൂട്ടിൽ പാലായിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിൽ പ്രവിത്താനം ടൗണിന് സമീപത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2450 സ്ക്വയർ ഫീറ്റിൽ 15 സെൻറ്റ് സ്ഥലത്തോടു കൂടി 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു മനോഹര വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രവിത്താനം ടൗണിൽ തന്നെയാണ്. ടൗണിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നല്ലൊരു ആളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. എന്നാലും ഇതിന് അധികം പഴക്കമില്ല. ഒരു 6 മാസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഈ വീടിന്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു തടികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫർണിഷ്ഡോട് കൂടിയാണ് ഈ വീട് നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. 2450 സ്ക്വയർ ഫീറ്റിൽ 15 സെൻറ്റ് സ്ഥലത്തോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 1,30,00,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഫുൾ ഫർണിഷ്ഡ് ഹൗസാണ്. ഇതാണ് നമുക്ക് ഈ പഴയ രീതിയിലുള്ള ഒരു തടികൾ കൊണ്ടുള്ള, അത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് മൊത്തം കവർ ചെയ്ത് തടികൾ കൊണ്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ വിൻഡോകളാണ്. നല്ല രീതിയിൽ താമസിക്കാനായിട്ട് തന്നെ പണിത വീടാണ്. പക്ഷേ ഉടമസ്ഥന് ഇത് വിറ്റിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഇതിലാണ് ഇതിപ്പോൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തടി ഉപയോഗിച്ച് കൊടുക്കാനുള്ള ഒരു വീടും നിർമ്മിക്കില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ വീടുകളെല്ലാം കച്ചവടത്തിന് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് അതിൻ്റെ ജനലുകളൊക്കെ നമുക്ക് പുറത്തേക്ക് സ്വല്പം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അതെല്ലാം തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വോളിന് വെളിയിലായിട്ട് നമുക്ക് കൃഷിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഗാർഡനായിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ കാണുന്ന ഇത്. ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വാളാണ്. പഞ്ചായത്ത് റോഡാണ്. നമുക്കിഷ്ടംപോലെ കൃഷിസ്ഥലമുണ്ട്. കാരണം 15 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വീടിൻ്റെ കണക്കും പ്രകാരം കോമ്പൗണ്ട് തീർത്തിരിക്കുന്നതിന് ബാക്കിയുള്ള സ്ഥലമെല്ലാം ഇത് അലക്കുകല്ല് കാണുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാം. ഇതുണ്ടോ, ഇവിടെ എല്ലാം നല്ലൊരു കിണറുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും അതെ. നമുക്ക് ബാക്കിൽ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് കയറാനായിട്ട് ഒരു സ്റ്റെയർ ഇട്ടിട്ടുണ്ട്. ബാക്ക് സൈഡിലാണെങ്കിൽ നല്ലവണ്ണം സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് പച്ചക്കറിയോ അല്ലെങ്കിൽ തെങ്ങോ പ്ലാവോ മാവോ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയൊക്കെ ഇവർ പച്ചക്കറി നട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഇവരുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഇപ്പം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വീണ്ടും സ്ഥലം കിടപ്പുണ്ട്. നമുക്ക് ആവശ്യാനുസരണം കൃഷി ചെയ്യാൻ, പച്ചക്കറി കൃഷിക്ക് നല്ലൊരു സ്ഥലമുണ്ട്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്യാം. ഇത് പ്രത്യേകിച്ച് വേറൊരു വീടിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കൊരു വർക്ക് ഏരിയ പോലെ ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് എടുത്തിരിക്കുന്നതാണ്. നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ചുണ്ട്. ആ കാർ പോർച്ചിൻ്റെ സൈഡിലാണ് നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് അവർ തിരിച്ചിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിനുള്ള ഒരു ഡോറാണിത്. വെളിയിൽ നിന്ന് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഡോറോട് കൂടിയാണ്. ആ സിറ്റ് ഔട്ട് നമുക്ക് ചാരുപടി പോലെ എല്ലാം തടികൾ കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇത് ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സൈഡെല്ലാം തടികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തടിക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇതുപോലെ പഴയ വീടുകളൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളൂ. ഇപ്പോഴൊന്നും തടിയുടെ വില വെച്ചിട്ട് നമുക്കിങ്ങനെ നിർമ്മിക്കാൻ പറ്റിയേരാം. അതുകൊണ്ട് 2450 സ്ക്വയർ ഫീറ്റ് 15 സെൻറ്റ് സ്ഥലം പാലായിൽ നിന്നും 5 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് വിലയിൽ ധാരണയാകാവുന്നതാണ്. ഇപ്പോൾ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. വില നെഗോഷ്യബിളാണ്. ഇത് കണ്ടോ, നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ലിവിങ് ഏരിയ തടികൾ കൊണ്ടാണ് ഈ സെറ്റുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് കംപ്ലീറ്റ് തടിയലാണ്. അതുപോലെ തന്നെ നല്ല ഗ്രാനൈറ്റ് ഇട്ട് അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണ്. ഒരു പ്രത്യേക നമുക്ക് ഈ പഴയ രീതിയിലുള്ള നല്ലൊരു തറവാടിത്തമുള്ള ഒരു വീടാണ്. നല്ല ഭംഗിയായിട്ട് തടികൾ കൊണ്ട്. അതുപോലെ ജനലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4 പാളി ജനലുകളാണ് മിക്കതും. അതുപോലെ തന്നെ ഇതിനൊരു നടുമുറ്റമുണ്ട്. ഇത് നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഹാളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഹാളിൽ നിന്ന്
ലിവിങ് സ്പേസിന് വരെ നമ്മൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്, 4 പാളിയുടെ വിൻഡോ. ഇതാണ് നമ്മുടെ കോർട്ട്യാർഡാണ്. സൺലൈറ്റ് ഡയറക്റ്റ് വരാമെന്നുള്ള രീതിയിൽ, വെളിച്ചം കയറാമെന്നുള്ള രീതിയിൽ കോർട്ട്യാർഡ് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഡൈനിങ് ഹാളിൽ തന്നെ ഇതൊരു ക്രോക്കറി ഷെൽഫാണ്. അതും നല്ല ഭംഗിയായിട്ട് ഡൈനിങ് ഹാളിൻ്റെ ഒരു ഏരിയയിൽ അതും വന്നിട്ടുണ്ട്. ഇത് TV യൂണിറ്റാണ്, അവിടെ TV വെച്ചിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കോർട്ട്യാർഡ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വീട്. അതുകൊണ്ട് ഇത്രയും നീളത്തിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ കോർട്ട്യാർഡിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വീടും സ്ഥലമാണ്. അവിടെ ഒരു പ്രയർ ഏരിയ ആയിട്ട് വേണേലും നമുക്ക് ഉപയോഗിക്കാം. ബൈബിളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു വാഷ് ഏരിയ ആണ്. അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ബെഡ്റൂം എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. വാർഡ്രോബ്സ് ഉണ്ട്. ഇതെല്ലാം തടികൾ കൊണ്ട് സ്വന്തമായിട്ട് പണിത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല വിശാലമായിട്ടുള്ള റൂമുകളാണ്. കിങ് സൈസ് ബെഡാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് ടേബിളുണ്ട്. അതുപോലെ തന്നെ വാഷ് ഏരിയ ഉണ്ട്. ഇതെല്ലാം ഒരു റൂമിനകത്താണ് കൂട്ടണം. 3 പാളിയുടെ വാർഡ്രോബ്സ് ആണ്. വലിപ്പമുള്ള, അതായത് സീലിംഗ് വരെ മുട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂമാണ്. അത് ടോയ്ലറ്റ് നല്ല ഭംഗിയായിട്ട് വെറ്റും ഡ്രൈയും ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടില്ല. ആ രീതി ചെയ്യാവുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള റൂമുകളാണ് എല്ലാം. ഇത് നമ്മൾ മറ്റൊരു ബെഡ്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. 2 കോട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും നല്ല സ്പേസ് ഉണ്ട്. വാർഡ്രോബ്സ് വലുതായിട്ടുള്ള വാർഡ്രോബ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ മിക്ക റൂമിലും ഇതുണ്ട്. അവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. നമ്മുടെ ബാത്റൂമിൽ വാഷ് ഏരിയയ്ക്ക് വരെ നമ്മുടെ റൂമിൻ്റെ ഒരു സൈഡിൽ തന്നെ വാഷ് ഏരിയ ഉണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് എല്ലാ വീടുകൾക്കും ഇങ്ങനെ ഇല്ല. അത്ര നല്ല ലേറ്റസ്റ്റ് മോഡലിലും അതുപോലെ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ വീടിൻ്റെ ഇത്. അത് നമ്മൾ അടുത്ത റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. നമുക്ക് 2500 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ബെഡ്റൂമുകൾക്കെല്ലാം സ്പേസ് കൂട്ടിക്കൊണ്ട് എല്ലാം AC റൂമുകളാണ്. അതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. അതുകൊണ്ട് എല്ലാ റൂമിലും നമുക്കറിയാം ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിനുണ്ട്. എല്ലാം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഇതാണ്. മറ്റൊരു ടോയ്ലറ്റാണ്. നല്ല ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല ഭംഗിയുള്ള ടൈലുകളും കാര്യങ്ങളുമാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ മറ്റൊരു ബെഡ്റൂമിലേക്ക്, 4ാമത്തെ ബെഡ്റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള എല്ലാ നല്ല നിർമ്മിതിയാണ്. കാരണം ഇതെല്ലാം തടികൾ കൊണ്ട്, ജനലൊക്കെ കണ്ടോ, എല്ലാം മോസ്കിറ്റോ നെറ്റും ഒക്കെ ഉപയോഗിച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതാണ് നമുക്ക് ഒന്നാമതായിട്ട് എടുത്ത് പറയേണ്ടത്. ആര് വന്നാലും നമുക്ക് റൂമിന് വലിപ്പം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇതുകൊണ്ട് ഇതെല്ലാം അവിടെ വാഷ് ഏരിയ എല്ലാ റൂമിലും ഉണ്ട്. നമുക്ക് ബാത്റൂമിൽ കയറേണ്ട കാര്യമില്ല. നമുക്ക് അത് ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വാഷ് ഏരിയയും ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇത്. പ്രവിത്താനം ടൗണിലാണ്. ഇവിടെ നിന്ന് നമുക്ക് പാലായ്ക്ക് 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മാർസ്ലീവ മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 12 കിലോമീറ്റർ. ഇതാണ് നമ്മൾ കിച്ചണാണ്. കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഇലക്ട്രിക് കിച്ചണാണ്. എല്ലാവിധ സ്റ്റൗവും ചിമ്മിനി എല്ലാം ഉണ്ട്. ബോട്ടം സൈഡിൽ സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്. സിങ്കുണ്ട്. ഇതാണ് ഒരു കിച്ചണ്. ഇത് കൂടാതെ കിച്ചണുണ്ട്. അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ. പാലാ ചാവറ സ്കൂളിലേക്ക് 5 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് ഏകദേശം 70 കിലോമീറ്റർ. ഭരണങ്ങാനം ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരം. അങ്ങനെ എല്ലാ ടൗണിൻ്റെ ഫെസിലിറ്റീസുകളോട് കൂടി
ഉള്ള ഒരു ഏരിയയിലാണ് ഇത്. നമ്മൾ രണ്ടാമത്തെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചൻ്റെ അവിടെ ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കിച്ചൺ കൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ കിച്ചൺ എന്ന് ഞാൻ പറഞ്ഞാൽ ഇവരുടെ മെയിൻ കിച്ചൺ ഇതാണ്. അവരുടെ വിറകടുപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ കണ്ട കിച്ചൺ വളരെ റെയറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയാണ് കൂടുതൽ പാചകങ്ങൾ നടത്തുന്നത്. അപ്പം മറ്റൊരു ശല്യവും ഇല്ല. റൂമിലേക്കോ ഒന്നും ഒരു ശല്യം വരാത്ത രീതിയിൽ നല്ല പ്രൈവസിയോട് കൂടിയുള്ള ഒരു രണ്ടാമത്തെ കിച്ചണാണ്. ഇവിടെയും കബോർഡ് വർക്കുള്ള ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്. നല്ല മനോഹരമായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. കിച്ചണിൽ നിന്ന് നമുക്കൊരു വർക്ക് ഏരിയയുടെ ഭാഗത്തേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് എക്സ്ട്രാ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു വീടാണ്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501.